നമസ്തേ രഞ്ജിത്ത്. ദ പാത്ത് ഓഫ് ഇല്യൂമിനേഷൻ, പ്രകാശത്തിലേക്കുള്ള വഴി, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം ദ അട്രാക്റ്റീവ് പവർ ഓഫ് ദി സോൾ, ആത്മാവിൻ്റെ ആകർഷണ ശക്തി. ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്കെന്ന് പറയാം, ഫ്രം മെറ്റീരിയൽ ടു സ്പിരിച്വൽ ലൈഫ്. ആത്മീയ മൂല്യങ്ങളുടെ ലോകം, ദ വേൾഡ് ഓഫ് സ്പിരിച്വൽ വാല്യൂസ്. അനുഭവത്തിലൂടെ പ്രകാശത്തിലേക്ക്, ഫ്രം എക്സ്പീരിയൻസ് ടു ഇല്യൂമിനേഷൻ. ഇങ്ങനെ പല പേരുകളിൽ നമുക്ക് വിളിക്കാം. മനുഷ്യൻ്റെ ആത്മാവ് കൂടുതൽ ആകർഷകമായ ശക്തി നേടുന്നു. ആത്മീയ പരിജ്ഞാനങ്ങളിൽ കൂടെ, പരിശീലനങ്ങളിൽ കൂടെ മനുഷ്യൻ്റെ ആത്മാവ് കൂടുതൽ ആകർഷകമായ ശക്തി നേടുന്നു. അത് ഇൻകാർണേറ്റഡ് സോളുമായിട്ട് ചുറ്റുമായിട്ട് കൂട്ടം കൂടി നിൽക്കുന്ന ക്ലൗഡി ഫോംസിലുള്ള സഞ്ചിത കർമ്മങ്ങൾ, അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങളിലുണ്ടായ ശരിയും തെറ്റുകളെക്കുറിച്ചുള്ള ബോധമൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആത്മീയ ജ്ഞാനത്തിലേക്ക് നാം ആ പാത്ത് തിരഞ്ഞെടുത്ത് അതിൽ പരിശീലനം തുടങ്ങുമ്പോൾ നമ്മളൊരു ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മുടെ സോള് മാറുന്നു. നമ്മുടെ രീതികളൊക്കെ മാറി കുറേയൂടെ ഗുണപരമായ കാര്യങ്ങളിലേക്ക്, മേന്മയുള്ള പ്രവർത്തികളിലേക്ക്, മേന്മയുള്ള ചിന്തകളിലേക്ക്, മേന്മയുള്ള സംസാരങ്ങളിലേക്ക് അവ മാറ്റം ചെയ്യപ്പെടുന്നു. ഇത് അനുഭവങ്ങളിൽ കൂടി നേടിയ ജ്ഞാനത്തിൻ്റെ ഫലം കൂടിയാണ്. നമുക്ക് അല്ലാതെ തന്നെ ഒരു എവല്യൂഷൻ ഉണ്ടാകുന്നത് നമ്മൾ അനുഭവങ്ങളിൽ കൂടെ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ, ഓരോ മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ, ഓരോ കാര്യങ്ങളും കടന്നു പോകുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഓരോ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവ് പരിണാമത്തിലേക്ക്, അതിൻ്റെ കുറവുകളൊക്കെ നികത്തി അത് പരമാവധി പരിപൂർണമാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ ഹയർ സോളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ജീവിതത്തിലെ ഓരോ പരീക്ഷണവും നമ്മെ കൂടുതൽ ബുദ്ധിയുള്ളവരാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ വ്യക്തിത്വ ശക്തികളെ ഉചിതമായി ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമായി തുടങ്ങുന്നു. നമ്മുടെ ശ്രദ്ധ ഭൗതിക ലോകത്ത് നിന്ന് ആത്മീയ മൂല്യങ്ങളിലേക്കാണ് ക്രമേണ മാറുന്നത്. ഭൗതിക ലോകത്തെ നമ്മൾ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ അതിലൊരു കുറവ് വരുത്തിയെന്നല്ല, പക്ഷെ ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് ഭൗതിക തലത്തിൽ ശക്തരാവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ആത്മീയ പരിശീലകൻ സാധന ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ നാം എപ്പോഴും ഒരു ഈശ്വരീയമായ ചിന്തകളിൽ മാത്രം നടക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ആത്മീയ തലത്തിൽ ഉയരുന്നതോടുകൂടി തന്നെ, മികച്ചതാവുന്നതോടുകൂടി തന്നെ നാം ഭൂമിയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിച്ച് ഹെൽത്ത് ആൻഡ് വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, മറ്റുള്ളവർക്കും സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ജ്ഞാനം. നമുക്ക് ജ്ഞാനം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ലല്ലോ, നമുക്ക് ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യാനും കൂടെ പറ്റണ്ടേ. ലോകത്തിന് നന്മയുണ്ടാവാൻ, അല്ലെങ്കിൽ നമ്മുടെ സാമീപ്യം, നമ്മുടെ അടുപ്പമൊക്കെ മറ്റുള്ളവർക്കും ഗുണകരമായും മാറണ്ടേ. ആ റേഡിയേറ്ററി ഫീൽഡ് നന്നാവണ്ടേ. അപ്പം നമ്മുടെ ശ്രദ്ധ ഭൗതിക ലോകത്ത് നിന്ന് ആത്മീയ മൂല്യങ്ങളിലേക്ക് കൂടുതൽ മാറുമ്പോഴും നാം ഭൗതിക ലോകത്ത് കൂടുതൽ റൂട്ടഡായി തന്നെ സന്തോഷത്തോടെ ശക്തരായി നിലനിൽക്കേണ്ടതുണ്ട്. അമൂല്യമായ ആത്മീയ ശക്തികളെ അടിസ്ഥാനമാക്കി ജീവിതത്തിലെ പ്രധാന ലക്ഷ്യങ്ങളും സമയവും നിശ്ചയിക്കുമ്പോൾ നാം പ്രകാശത്തിൻ്റെ പദത്തിലേക്കാണ് കടക്കുന്നത്. ദ പാത്ത് ഓഫ് ഇല്യൂമിനേഷൻ, അല്ലെങ്കിൽ ആത്മാവിന് ആകർഷണ ശക്തി കൂടി വരുന്നതായി കാണാം. ആത്മാവിൻ്റെ ആകർഷണ ശക്തി. താങ്ക് യു. നമസ്തേ. താങ്ക് യു.